ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നഗ്ഗറ്റ്സിൻ്റെ റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക, എൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഞാനൊരു 300 ഗ്രാം ചിക്കൻ്റെ അളവാണ് പറയുന്നത്. 300 ഗ്രാമിന് ഒരു 3 ബ്രെഡൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 300 ഗ്രാം ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയിലൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. കുരുമുളകിൻ്റെയും മുളകിൻ്റെയൊക്കെ അളവ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. ഫ്ലേവറൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കട്ട്ലറ്റൊക്കെ പോലെ വട്ടത്തിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ ടൈപ്പിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചപ്പാത്തി പലകൻ്റെ മേലെ ഒന്ന് പരത്തിയതിന് ശേഷം മുറിച്ചെടുക്കുകയാണ്. സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഈ ഒരളവിൽ ഒരു 20 നഗറ്റ്സ് വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗങ്ങൾ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ ഇതിൽ കുറച്ച് ചീസും കൂടെ വെക്കുന്നുണ്ട്. ചീസുള്ള നഗറ്റ്സ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ നഗറ്റ്സ്. ചീസ് ഉണ്ടായാൽ കുറച്ചും കൂടെ ഇഷ്ടമായിരിക്കും. സ്കൂളൊക്കെ വെക്കേഷനൊക്കെ ആയി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കണം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും ഒരു 2 ടേബിൾ സ്പൂൺ പാലുമാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രെഡ് പൊടിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസാണ്. ഇനി മുട്ടൻ്റെ മിക്സറിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ ആക്കി കൊടുക്കണം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. എല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് വെക്കാം. ഞാനിപ്പം ഫ്രീസറിലാണ് വെച്ചിരുന്നത്. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. കുറച്ച് നേരം ഒന്ന് തണുപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ മുങ്ങി പൊരിയണമെന്നില്ല. തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ കുക്കായി കിട്ടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 8 മിനിറ്റ് സമയമൊക്കെ മതിയാവും കുക്കായി കിട്ടാൻ. ഒരു സൈഡായി കഴിയുമ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
രണ്ട് സൈഡും കുക്കായി വരുമ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ബോൾ പോലെ പൊങ്ങി വരും. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്കായി വരുമ്പോഴാണ് അതേപോലെ നന്നായിട്ട് പൊങ്ങി വരിക. നമ്മൾ പൂരിയൊക്കെ പൊരിക്കുമ്പോൾ പൊങ്ങി വരുന്ന പോലെ തന്നെ പൊങ്ങി വരും. അപ്പോൾ എല്ലാം അതേപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ നഗ്ഗറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. ഇത് എയർ ഫ്രൈയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. എയർ ഫ്രൈയിൽ ഞാൻ കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. മേലെ നല്ല ക്രിസ്പിയാണ്. ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചീസ് വെച്ചതും ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഫ്രോസൺ ഒന്നും വാങ്ങിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് എയർ ഫ്രൈയിൽ വെച്ചിരുന്നു. ഒരു 180 ഡിഗ്രിയിൽ ഒരു 8 മിനിറ്റ് സമയം കൊടുത്താൽ മതി. കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.